ആ ഹലോ, എന്ത് ക്രീമി ആയിട്ട് ഇരിക്കണേ നോക്കി. ഇതിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സ്പെഷ്യൽ സ്നീക്കി പാസ്ത. പേരെന്താ അങ്ങനെയെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഞാനത് കുറച്ച് സാധനങ്ങൾ സ്നീക്ക് ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട്, ക്യാരറ്റ്, മത്തങ്ങ, തക്കാളി, ഈ വക എല്ലാ വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വേവിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായി വരുന്ന രീതിയിലുള്ള എന്ത് വെജിറ്റബിൾസും നമുക്ക് യൂസ് ചെയ്യാം. ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ കണ്ട ഓടുന്ന പിള്ളേർക്ക് ഇതൊന്ന് കൊടുത്തു നോക്ക്. നമ്മളിത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഓയിലോ ബട്ടറോ ആഡ് ചെയ്ത് കുറച്ച് വെളുത്തുള്ളി, സവോള, പിന്നെ മഷ്റൂം ആഡ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് വഴറ്റി സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും ചിക്കൻ മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാല ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഗരം മസാല വേറെ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഈ ബ്ലെൻഡറിലേക്ക് മാറ്റി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം. തണുത്ത ശേഷം ഒപ്പത്തിന് പാലൊഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് വേണേൽ കുറച്ച് ഗാർലിക് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ നമ്മൾ അടിച്ച് വെച്ചേക്കുന്നതൊന്ന് ഒഴിക്കാം. നമ്മൾ എടുക്കുന്ന പാസ്തയുടെ അളവിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിന് ശേഷം അത് നല്ലോണം ഒന്ന് കുറുകി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഫ്ലേവറൊക്കെ ഒന്ന് മാറിയെന്ന് തോന്നുമ്പോൾ നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതായത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അതുമ്മ ഫ്ലേവർ പിടിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ക്രീമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഓപ്ഷണലാണ്, വേണമെങ്കിൽ കുറച്ച് ചിക്കൻ വറുത്തതും ചീസൊക്കെ അതിൻ്റെ മുകളിലിട്ടിട്ട് ഒരു കടിക്കാൻ വേണ്ടി ഒരു ഫീലിനിടാം. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് സീസണിങ് ചെയ്യാം. ഞാൻ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചീസ് മെൽറ്റ് ചെയ്യണ വരെ ഇതൊന്ന് അടച്ച് വെച്ച് നല്ലോണം വെന്ത് കഴിയുമ്പോൾ ചെയ്യാം. ഒരു ചീസ് പുൾ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഫ്ലോപ്പായി. അപ്പോൾ ഇതാണ് എൻ്റെ വെജിറ്റബിൾ സ്നീക്ക് ചെയ്തിട്ടുള്ള സ്നീക്കി പാസ്ത. പിന്നെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ മയത്തിനൊരു കാൽഭാഗമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ബാക്കി വരുന്ന പ്യൂരി ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി നൂഡിൽസിലോ അല്ലാതെ പനീറിലോ ചിക്കൻ കറിയിലോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി പച്ചക്കറി കണ്ടു കഴിഞ്ഞാൽ ഓടുന്ന പിള്ളേർ തന്നെ വേണമെന്നില്ല, വലിയ ആൾക്കാർക്കായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും, എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്.